യെസ്, വീണ്ടും അപകട വാർത്തയിലേക്ക് തന്നെയാണ്. പത്തനംതിട്ടയിലാണ് വിനോദയാത്രയ്ക്ക് പോയ ബസ് മറിഞ്ഞ് 30 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത്. കടമ്പനാട് കല്ലുകുഴിയിലാണ് അപകടം. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ വിദ്യാർത്ഥികളുടെ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. നന്ദുഷ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ ബസ് മറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വിദ്യാർത്ഥികളുടെ നില? ആർക്കൊക്കെ അപകടം പറ്റിയെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ജിൽസി, ഇന്ന് പുലർച്ചെയാണ് കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ നിന്നും വാഗമണിലേക്ക് വിനോദയാത്ര പോയ വിദ്യാർത്ഥികളുടെ സംഘം സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടത്. കടമ്പനാട് കല്ലുകുഴിക്ക് സമീപം വെച്ചായിരുന്നു ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. 52 പേരായിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ബസ്സിലുണ്ടായിരുന്നത്. 3 അധ്യാപകരും 5 ആൺകുട്ടികളും ബാക്കി മുഴുവൻ പെൺകുട്ടികളുമായിരുന്നു. ഇതിൽ 30ഓളം വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. സാരമായ പരിക്ക് തന്നെയാണ് ഏറ്റുള്ളെങ്കിലും പോലും ഗുരുതരമായ ഒരു അപകടങ്ങളൊന്നും അല്ലെങ്കിൽ മുറിവുകളൊന്നും ആർക്കും പറ്റിയിട്ടില്ല എന്നാണ് അപകട സ്ഥലത്ത് നിന്നും ലഭിക്കുന്ന വിവരം. ഏതായാലും പരിക്കേറ്റവരെ എല്ലാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് ബസ് റോഡിൽ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിൽസി. യെസ്, നന്ദുഷാണ് വിവരങ്ങൾ നൽകിയത്. വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥികളുടെ ബസ് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ആർക്കും സാരമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണെങ്കിലും ഇത്തരം അപകടങ്ങൾ അടിക്കടി വർദ്ധിക്കുന്നത് വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട് ഈ അവസരത്തിൽ.